മാഷെ, തെലങ്കാന ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധി വന്നിട്ടുണ്ട്. അത് ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും നോക്കുന്നില്ല, കാണുന്നില്ല. കാരണം ഇസ്ലാം അങ്ങനെയൊന്നും സ്വതന്ത്രമാകരുത് എന്ന് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് നിർബന്ധമുണ്ട്, സതുദ്ദേശമുണ്ട്. ഇത് വിധി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം സ്ത്രീക്ക് അവർക്ക് ഭർത്താവിന് മൊഴി ചൊല്ലാൻ അവകാശമുണ്ട്, അത് സാധുവാണ് എന്നാണ് വിധി. മുസ്ലിം സ്ത്രീക്ക് ഇങ്ങനെ ഏകപക്ഷീയമായി ഭർത്താവിനെ മൊഴി ചൊല്ലുന്നതിന് ഖുല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഭർത്താവിൻ്റെ സമ്മതമൊന്നും വേണ്ട എന്ന് ഹൈക്കോടതി വിധിച്ചു. തെലങ്കാന മതസംഘടനകളുടെയും അനുവാദം വേണ്ട, ഒരു മൊല്ലാക്കയുടെയും അനുവാദം വേണ്ട. മുസ്ലിം വ്യക്തി നിയമത്തിൽ ഖുല സാധുവാണ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം സ്ത്രീക്ക് അതിന് അവകാശമുണ്ട്. അത് ലിംഗസമത്വത്തിൻ്റെയും ഭാഗമാണ്. ജസ്റ്റിസുമാർ മൗഷുമി ഭട്ടാചാര്യ, BR മധുസൂദൻ റാവു, തെലങ്കാന, ഇവരുടേതാണ് വിധി. ഇംഗ്ലീഷിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇത് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് തന്നെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മുഹമ്മദ് ആരിഫ് വേഴ്സസ് അഫ്രുന്നീസ എന്നാണ് കേസ്. അപ്പോൾ ഈ മറ്റേ ഇവര് കുടുംബക്കോടതി ഇത് സാധുവാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുടുംബക്കോടതി സാധുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് മുഹമ്മദ് ആരിഫ് കൊണ്ടുപോയി ചോദ്യം ചെയ്തു. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തതിലുള്ള വിധിയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ കേരള ഹൈക്കോടതിയുടെയും ഇങ്ങനൊരു വിധി സാധുവാണ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. കാരണം കീഴ്ക്കോടതി സാധുവല്ല എന്ന് പറഞ്ഞത് നിരാകരിച്ചിട്ട് സാധുവാണെന്ന്, ഇതൊന്നും ചിലപ്പോൾ ഇവിടെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടാവില്ല. ആ ഹൈക്കോടതി വിധി ഞാൻ ഇത് നോക്കുമ്പോഴാണ് കണ്ടത്. കേരള ഹൈക്കോടതി വിധി സുപ്രീം കോടതിയിലെ അപ്പീലിൽ പെൻഡിങ് ആണ്. അപ്പോൾ കുറച്ചുകൂടി അതിനൊരു ബലം ഇപ്പൊ കിട്ടും ഈ തെലങ്കാന ഹൈക്കോടതി വിധി. ശരിയല്ലേ? അപ്പൊ രണ്ട് ഹൈക്കോടതികളുടെ വിധിയായല്ലോ. അതെ. സുപ്രീം കോടതി ഇത്തരം വിധികൾ വല്ലാതെ പെൻഡിങ്ങിൽ വെക്കുന്നു എന്നുള്ളതാണ്. അത് സുപ്രീം കോടതിയുടെയും ഒരു വല്ലാത്ത ലാഗിങ് ഉണ്ട് അതിനകത്ത്. അതെ. പക്ഷേ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റാണ്, യാതൊരു തർക്കവുമില്ല. അത് എല്ലാ ഹൈക്കോടതികൾക്കും മാതൃകയാക്കാവുന്ന വിധിയാണ്. സുപ്രീം കോടതി എത്രയും വേഗത്തിൽ അത് എൻഡോഴ്സ് ചെയ്യേണ്ടതുമാണ്. അപ്പോൾ ഈ പലതരം വിവാഹമോചന തലാക്കുകൾ ഉള്ളതിൽ സത്യത്തിൽ നമ്മൾ മാത്രം ചെയ്തൊരു സാധനം നേരത്തെ ഉണ്ട്. ഈ ഗൾഫിലെ ഒരു ഭരണാധികാരിയുടെ ഭാര്യ, ഒരു അമീറിന്റെ ഭാര്യ, ഇൻസ്റ്റാഗ്രാമില് മുത്തലാഖ് അവര് ലണ്ടനിൽ പോയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടത്. ഇത് ഇവിടുത്തെ മറ്റു മാധ്യമങ്ങൾ ചെയ്യില്ല. അപ്പൊ അതൊക്കെ തന്നെ മാതൃകയാണല്ലോ. അപ്പൊ ഗുല എന്ന് പറയുന്നതാണ് ഇസ്ലാമിൽ ഭാര്യ തുടങ്ങി വെക്കുന്ന ഏക വിവാഹ മോചന വഴി. 1937 മുസ്ലിം വ്യക്തി നിയമം, അതായത് ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ടിൽ ഇത് സാധുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭർത്താവിന് വേണമെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം ഭാര്യ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹർ ഉണ്ടല്ലോ വിവാഹ സമയത്തുള്ള, അത് മടക്കി കൊടുത്താലും മതി എന്ന് അതിനും ക്ലോസ് ഉണ്ട് സർ, അത് ചർച്ച ചെയ്യാം. അതെ. അപ്പോൾ അങ്ങനെ വ്യവസ്ഥയുണ്ട് എന്ന് പറയുന്നു. വേറെ തരത്തിലും ആകാം. വേറെ 3 തരം വിവാഹമോചനം: തലാഖി അക്സാൻ, തലാഖി ഹാസൻ, പിന്നെ മുബാറത്ത്. ഇതാണ് 3. അപ്പോൾ തലാഖി ബിദ്ദത്ത്, അതായത് മുത്തലാഖ്, അത് സുപ്രീം കോടതി 2017 ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞിട്ട് ആ തലാഖ് ഒഴിവാക്കി. അത് ഷെയറ ബാനോ കേസിലാണ് ആ വിധി വന്നത്. അത് കഴിഞ്ഞ് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് ഓഫ് മാരേജ് ആക്ട് 2019 പാസ്സാക്കി മോദി സർക്കാർ. അപ്പം മുത്തലാഖിന് ക്രിമിനൽ കുറ്റമാക്കി. മുത്തലാഖ് ചൊല്ലിയാൽ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ അക്സാൻ, ഹാസൻ ആ തലാഖുകൾ പുരുഷന്മാർ തുടങ്ങി വെക്കുന്നതാണ്. മുബാറത്ത് 2 കൂട്ടർക്കും ഉഭയകക്ഷിയാണ്, അതായത് മ്യൂച്വൽ എഗ്രിമെൻ്റ് വഴി വരുന്ന വിവാഹമോചനമാണത്. അപ്പോൾ ഈ 4 തരത്തിൽ ഗുല മാത്രമാണ് സ്ത്രീ തുടങ്ങി വെക്കുന്നത്. 2022 ഒരു ബ്രേക്ക് ത്രൂ വിധി ഈ കാര്യത്തിൽ വന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരള ഹൈക്കോടതിയുടെ വിധി. 2022 ഡിവിഷൻ ബെഞ്ച്
1972 ഒരു സിംഗിൾ ബെഞ്ച് വിധി അസാധുവാക്കി. എന്നിട്ട് ഗുല അവകാശമാണ് എന്ന് കേരള ഹൈക്കോടതി 2 കൊല്ലം മുമ്പ് വിധിച്ചു. ഇത് തലാഖിന് തലാഖിന് എപ്പോഴും ഒരു തുല്യത ഉണ്ടാവണം, അത് ഈ ഗുലയിലുണ്ട്. വിവാഹമോചനാവകാശത്തിൽ തുല്യത വേണം എന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. അതിൻ്റെ അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പെൻഡിങ്ങിൽ കിടക്കുന്നു 2 കൊല്ലമായിട്ട്. ഇസ്ലാമിക പണ്ഡിതർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. കേരള ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ സുപ്രീം കോടതിയിൽ പോയി. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് സ്ത്രീ തുടങ്ങിയാലും മ്യൂച്വൽ കൺസെന്റ് വേണം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഭർത്താവും കൂടി സമ്മതിക്കണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് വേണ്ട എന്നാണ് തെലങ്കാന ഹൈക്കോടതിയുടെ വിധി. അപ്പോൾ തെലങ്കാന കേസിൽ ഭർത്താവിൻ്റെ അപ്പീലിലാണ് വിധി. 2012 വിവാഹം ചെയ്തവരാണ് അവർ. തെലങ്കാന കേസിൽ 2017 ഭർത്താവ് ഇവരെ തല്ലി, പീഡനം. അവർ ആശുപത്രി പോണ്ടി വന്നു തല്ലുകൊണ്ടിട്ട്. അപ്പോൾ ഭാര്യ വീട്ടിൽ പോയി, എന്നിട്ട് ഗുല പ്രഖ്യാപിച്ചു ചെയ്തു. അപ്പോൾ സാദായി ഹക്ക് ഷെറിയ കൗൺസിൽ ആ ഗുല ശരിവെച്ചു, ഒരു സംഘടന. അങ്ങനെ സംഘടന ചെയ്താൽ പോരാ എന്നും പറഞ്ഞിട്ടാണ് ഇയാൾ കുടുംബ കോടതിയിൽ പോയത്. അങ്ങനെ അപ്പോൾ കുടുംബ കോടതിയിൽ ഭർത്താവ് പോയി ഗാസി പറയണം എന്നാലേ സാധുവാവുള്ളൂ, സംഘടനയൊന്നും പറഞ്ഞാൽ പോരാ. അപ്പോൾ കുടുംബ കോടതി കൂടെ നിന്നു. അപ്പോൾ അതിൻ്റെ അപ്പീലാണ് ഇപ്പോൾ തെലങ്കാന കോടതി വിധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ അടിസ്ഥാന പ്രശ്നം ലിംഗനീതിയാണ്. ഇപ്പോൾ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് തന്നെ അനുവദിച്ചിരിക്കുന്നതും അംഗീകരിച്ചിരിക്കുന്നതുമായ വിവാഹമോചന രീതികളിലൊന്നാണ് കുൽ എന്നുള്ള അറബി വാക്കാണ് നമ്മൾ കുല എന്ന് ചേർത്ത് വായിക്കുന്നത്. അതിനിടയിലൊരു വേണമെങ്കിൽ അപ്പോസ്ട്രോഫി കോമ ഇടാവുന്നതാണ്. കുൽ എന്നാണ് വാക്ക്. അപ്പോൾ ന്യായമാണ് സർ. ഇപ്പോൾ പുരുഷന് ഏകപക്ഷീയമായി ഒരു കത്തെഴുതുകയോ ഒരു SMS മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തിട്ട് 3 പേർക്ക് അയക്കണമെന്നേ ഉള്ളൂ. 1 കാസിക്ക് അയക്കണം, 2 സാക്ഷികളെ എൻഡോസ് ചെയ്യാൻ വേണ്ടി അയക്കണം, 3 ഈ കുട്ടിയുടെ മൊഴി ചൊല്ലപ്പെടുന്ന സ്ത്രീയുടെ രക്ഷിതാവിനെയും അറിയിക്കണം. പെണ്ണിനെ അറിയിക്കണമെന്ന് പോലുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നിയമം തൊലാഖിൻ്റെ. അതാണ് നമ്മൾ ഏകപക്ഷീയമായ തൊലാഖ്. അതിൻ്റെ മുഴുവൻ അവകാശവും പുരുഷനുണ്ട്. അതിൻ്റെ ഗുലയിലെ ഈ പറഞ്ഞ പുരുഷൻ ചെയ്യുന്നത് പോലെ ഇവര് വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഭർത്താവിന് അയച്ചാൽ മതിയാവും. എന്തൊക്കെ പുരുഷനിപ്പോൾ തൊലാഖിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ സാധ്യതകളുണ്ടോ അതൊക്കെ കൊലയിലുമുണ്ട്. അത് സ്ത്രീ കേന്ദ്രീകൃതമാണ്, സ്ത്രീയുടെ കർത്തൃത്വമാണ്, അവളുടെ അവകാശമാണ്. സംഭവിക്കാമല്ലോ സർ. ആണും പെണ്ണും തമ്മിൽ 2 മനുഷ്യർ തമ്മിലുള്ളൊരു കരാറല്ലേ. ആ കരാറിൽ നമുക്ക് അൺസേഫാണ്, അല്ലെങ്കിൽ എനിക്ക് സമ്മതമില്ല, അല്ലെങ്കിൽ തുടർന്നു പോകാനാവില്ല എന്ന ഫീല് ഈ പുരുഷന് തോന്നുന്നതിനേക്കാളും സ്ത്രീക്ക് തോന്നാമല്ലോ. സാഹചര്യങ്ങൾ എപ്പോഴും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഈ അവകാശം തലാഖിനേക്കാൾ കൂടുതൽ ഈ അവകാശം കൊടുക്കേണ്ടത്. നഷ്ടപരിഹാരം എന്ന് പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യയിലെ ചില സാഹചര്യത്തിൽ പലപ്പോഴും ഇപ്പോഴും മരുമക്കത്തായ സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തന്നെ തീരദേശങ്ങളിൽ സാറിന് പറയും, ഇപ്പോൾ തലശ്ശേരി തൊട്ട് കോഴിക്കോട് കുറ്റിച്ചിറ തൊട്ട് ഇപ്പോൾ ഈ തിരൂരും പൊന്നാനിയിലും ഒക്കെ തന്നെ സ്വത്തിൻ്റെ അവകാശി അമ്മയാണ്. അമ്മയും പെൺമക്കളുമാണ് അവരുടേതായിരിക്കും സ്വത്ത്. ഈ ഭർത്താവ് പുയ്യാപ്പിളയാണ്. അവൻ്റെ പേരിൽ സ്വന്തം ഉണ്ടെങ്കിൽ സ്വത്ത് ഉണ്ടെങ്കിൽ നന്ന്, ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവനെ ഇവർ പോറ്റിക്കോളും. അവൻ അധ്വാനിച്ചിട്ട് അവിടുത്തെ ചെലവിന് ഒരു വിഹിതം കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും സ്വത്തിൻ്റെ അവകാശം പെണ്ണായിരിക്കും. അപ്പോൾ അത്തരം കേസുകളിൽ അവൾക്ക് ശേഷിയുണ്ടെങ്കിൽ ഇവനെ ഇനി മേലാലും ഇങ്ങോട്ട് കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ചൊല്ലിയിട്ട് ഒഴിവാക്കുമ്പോൾ അവന് പിന്നെ അങ്ങോട്ട് കടക്കാൻ പാടില്ല. അപ്പോൾ അവൻ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവനും ഇവൾ നല്ല ശേഷിയുള്ളവളും ആണെങ്കിൽ ഒരു നഷ്ടപരിഹാരം കൊടുക്കാമെന്ന വകുപ്പുണ്ട്. അതിനകത്ത് മഹർ കൊടുക്കുമ്പോൾ അതിന് വേറെ പ്രൊവിഷൻ ഉണ്ട്. മഹറിൻ്റെ സാധ്യത യഥാർത്ഥത്തിൽ ഏതു തരത്തിൽ ഉള്ള മാരേജാണ്, ഏതു തരത്തിലുള്ള വിവാഹമോചനമാണെങ്കിലും മഹർ ഒരു പെണ്ണിൻ്റെ കന്യകാത്വത്തിനുള്ള അവകാശമാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസമെങ്കിലും, ഒരു രാത്രി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പുതിയ കാലത്ത് ഇപ്പോൾ രാത്രി മാത്രം ആവണമെന്നില്ലല്ലോ ശാരീരിക ബന്ധത്തിൽ. അപ്പോൾ ഒരു രാത്രിയെങ്കിലും പുരുഷനും സ്ത്രീയും ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഹർ അവളുടെ അവകാശമാണ്, അതവളുടെ കന്യകാത്വത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് അത് വിവാഹമോചനം ചെയ്താലും ചെയ്താലും തലാഖ് ചെയ്താലും മഹർ തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് ഒരു ക്ലോസ് ഉണ്ട്. ഇനി ചില സ്ത്രീകൾ
അഭിമാനബോധമുള്ള സ്ത്രീകൾ അതും വലിച്ചെറിഞ്ഞു കൊടുക്കും, കൊണ്ട് പോടാ അതെ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത് അവരുടെ ഇഷ്ടമാണ്, അത് അവകാശമല്ല. പിന്നെ നഷ്ടപരിഹാരം എന്ന് പറയുന്ന സാധനം ഇതാണ്, അത് അവളുടെ കാരുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. അവൾക്ക് ശേഷിയുണ്ട്, ഇവന് ശേഷിയില്ല. ഈ പണ്ടാരക്കാലം സഹിക്കാൻ വയ്യ, എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നാ എന്ന് പറഞ്ഞു അവളുടെ വക ഇവന് വല്ലതും കൊടുക്കുന്നെങ്കിൽ കൊടുക്കുക. അത് റൈറ്റായി ഇതുവരെ വന്നിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള ഇനി അങ്ങോട്ടുള്ള ഇപ്പോൾ വളരെ സാറ് പറഞ്ഞ വളരെ ശരിയാണ്, ഇതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റാണ്. ഇത് സുപ്രീം കോടതി എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ ക്ലോസ് വരുമായിരിക്കും. ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷനിലാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത് ഇനി ഒരു ക്ലോസ് കൂടി ഇതിനകത്ത് വരാത്തതുണ്ട്, അതുകൂടി വരേണ്ടതുണ്ട്. അത് ഉള്ളതാണ്, ശരീരത്തിലുള്ളതാണ്. അത് സാറിന് അറിയായിരിക്കും, ഫസ്ക് എന്ന് പറയും. ഫസ്ക് അതായത് സ്ത്രീയും പുരുഷനും തമ്മിൽ തർക്കമൊന്നും ഉണ്ടായിട്ടല്ല, രണ്ടാൾക്കും പരസ്പരം ന്യായമായി വിവാഹമോചനം നടത്താനുള്ള റീസൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കപ്പെടുകയാണ്, എന്ന് വെച്ചാൽ അനാഥത്വം വരികയാണ്. അയാൾ തിരിഞ്ഞു നോക്കാതിരിക്കുക. അയാൾക്ക് പിന്നെ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി സ്വകാര്യമായോ പരസ്യമായോ ഒക്കെ, കാരണം 4 വരെ കെട്ടാമല്ലോ, അയാൾ കെട്ടി കഴിഞ്ഞു കൂടുക. ഇവളെ തിരിഞ്ഞു നോക്കാതിരിക്കുക. ഇവളുടെ ജീവിതം അവന് വേണ്ടി പണയപ്പെടുത്തി കൊടുത്തതാണ്, അതിന് വില കൽപ്പിക്കാതിരിക്കുക, അവൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കുക, അവൾക്ക് സംരക്ഷണം കൊടുക്കാതിരിക്കുക, കെയർ കൊടുക്കാതിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ സ്ത്രീക്ക് ഉപേക്ഷിക്കാം പരസ്യമായി. ഇത്രയും കാലപരിധി ഉണ്ട്, 2 വർഷമോ മറ്റാണെന്ന് എൻ്റെ ഏതായാലും ഇത്രയും കാലമായിട്ട് എന്നെ ശ്രദ്ധിക്കുകയോ സംരക്ഷിക്കുകയോ എനിക്ക് സ്നേഹം തരികയോ. എന്തായാലും ഈ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാർക്ക് പണി കൊടുക്കുന്നത് നല്ലതാണെന്ന് വളരെ നല്ലതാണ്. വളരെ ഇപ്പൊ മുഹമ്മദ് ഷമിയില്ലേ ക്രിക്കറ്റ് കളിക്കാരൻ, മാസം 4 ലക്ഷം രൂപ കൊടുക്കണമല്ലോ ഭാര്യയ്ക്ക്. നല്ല ഒന്നാം തരം പണിയല്ലേ. ക്രിക്കറ്റ് എല്ലാ കാലവും ഉണ്ടാവില്ലല്ലോ. അതെ അതെ അതെ. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഈ കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ അത് നാടുവഴിയാണല്ലോ. അതുണ്ടായിരുന്നോ പുള്ളി? മറ്റേ ഷിയയല്ലേ? ഷിയായിരുന്നു. ഷിയ മീൻസ് ആദ്യകാലത്ത് ഷിയാണ്, പിൽക്കാലത്ത് അഡോപ്റ്റ് ചെയ്തു പോയി. പക്ഷേ അദ്ദേഹത്തിനെതിരായി BM ഉണ്ണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഭാര്യ കേസ് കൊടുത്ത് അന്നത്തെ ബ്രിട്ടീഷ് കോടതിയിൽ പോയി വാങ്ങിച്ചു, നഷ്ടപരിഹാരം വാങ്ങിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു അറിയോ? ഭയങ്കര പ്രമാണിമാരായിരുന്നു, മക്കൾ കുടുംബത്തിൻ്റെയൊക്കെ പിന്തുണയോട് കൂടിയാണ് നാടുവാഴിക്കെതിരായിട്ട് ഒരാളും ധൈര്യപ്പെടില്ല അന്ന്. ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ വിവാഹമോചന കേസുകളൊന്നായിരുന്നു BM ഉണ്ണിയുടെ കേസ്. അവസാനം BM ഉണ്ണി എന്ത് പറയോ? കോടതി വിധിച്ചു മാസം തോറും ഈ നമ്മൾ പറയില്ലേ ഈ ജീവനാംശത്തിന് വിധി കിട്ടി. ആദ്യത്തെ വിധി കിട്ടിയ ദിവസം അവർ പ്രഖ്യാപിച്ചു, കൊണ്ടുപോടാ, ഞാൻ വിധിക്ക് വേണ്ടി, ഞാൻ നിന്റെ ജീവനാംശം കിട്ടാനും നക്കാപ്പിച്ചക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, നിന്നൊരു പാഠം പഠിപ്പിക്കണമെന്നും ഞാനൊരു സ്ത്രീയാണെന്നും ഞാൻ മനുഷ്യനാണെന്നും എനിക്ക് അന്തസ്സുണ്ടെന്നും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുണ്ട്. ഇപ്പോൾ ജീവനാംശം കൊടുക്കാൻ വിധി. സ്ത്രീയുടെ ഒക്കെ ചിത്രമൊക്കെ എടുത്ത് മുസ്ലിം ലീഗ് ഓഫീസിലൊക്കെ ഫ്രെയിം ചെയ്ത് തീർച്ചയായിട്ടും ഞങ്ങൾ BM ഉണ്ണിയുടെ അനുസ്മരണം നടത്തിയിട്ടുണ്ട് നാട്ടിൽ. വേണ്ടതാണ് സാർ. തീർച്ചയായിട്ടും ഇത് സ്ത്രീകൾക്ക് വലിയ ഉണർവുണ്ടാക്കുന്ന വിധിയാണ്. ഒന്നും വേണ്ട. എനിക്ക് ഇപ്പം നമ്മൾ പറയുമല്ലോ, ഞാൻ എൻ്റെ മക്കളെ കല്യാണം കഴിക്കുമ്പോൾ പറയാറുണ്ട്, മോളെ ദിസ് ഡോർ വിൽ ബി ഓപ്പൺ ടു യു ഫോർ എവർ എന്ന് പറയുമല്ലോ. അവൾക്ക് പോകാനൊരിടമുണ്ട്, തിരിച്ചു നടക്കാൻ വഴിയുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ ഒരു പെണ്ണിൻ്റെ ആത്മാഭിമാനം ഉണ്ടാവും. ഇങ്ങനെ ഒരു സാധ്യത, എന്ന സാധ്യതയുണ്ട്. ആ സാധ്യത പുരുഷൻ്റേതുപോലുള്ള എല്ലാ അവകാശവും വിവാഹം എന്ന കരാറിൽ എനിക്ക് കൂടി ഉണ്ട് എന്ന ബോധം കോടതി നൽകുകയാണല്ലോ, നിയമത്തിൻ്റെ വലിയ സംരക്ഷണം കൊടുക്കുകയാണല്ലോ. രാജ്യത്തായാലും ആളുകൾ പറയുന്നത് പോലെയല്ല, ഇസ്ലാമിലൊരു സമത്വം കിടപ്പുണ്ട്. അത് പ്രയോഗിക്കണം സാറേ, അത് എടുത്തു പൊക്കണം, അത് ഉപയോഗിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമിനെ പരിഷ്കരിക്കാനുള്ള മാർഗങ്ങൾ, ഇസ്ലാമിനകത്ത് തന്നെയുള്ള വിമോചന സാധ്യതകൾ എടുത്ത് അത് പൊലിപ്പിച്ചും കൃത്യമായും കണിശമായും സ്ത്രീകളെ എംപവർ ചെയ്യുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.